എല്ലാവർക്കും മ്യൂസിയം കാണാൻ നല്ല ഇഷ്ടമായിരിക്കും. കലയുടെ കഥ പറയുന്ന കുറേ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെയുള്ള ഒരു ഫൈൻ ആർട്ട് മ്യൂസിയത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതാണ് ലൈപ്സിഷിലുള്ള മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ്. 1848 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്യൂബോർഡ് ഷേപ്പിലുള്ള ഈ മ്യൂസിയം സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണുള്ളത്. ഇത് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ശില്പമാണ്. ഇതാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഏരിയ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ തേർഡ് ഫ്ലോറിൽ ആക്ച്വലി എക്സിബിഷനുകളൊക്കെയാണ് വരാറ്. അപ്പോൾ ആ സമയത്ത് ഓരോന്നും കോസ്റ്റ് ഉണ്ടാവും, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് റൂംസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് റൂം. ഇവിടെ നമുക്ക് വലിയ 3 ഡ്രോയിങ്സ് കാണാൻ പറ്റും. മാക്സ് ക്ലിങ്ങർ എന്ന് പറഞ്ഞ ഒരാളുടെ കലാസൃഷ്ടിയാണത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ ഡ്രോയിങ്സിന്. ദ ജഡ്ജ്മെൻറ്റ് ഓഫ് പാരീസ്, ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ഒളിമ്പസ്. ഈ 3 മാക്സ് ക്ലിങ്ങറുടെ ഡ്രോയിങ് ആയിട്ട് ഈ റൂമിലുള്ളത്. ഇത് വലിയ പിക്ചറാണ്. ഏകദേശം 10 അടിയേക്കാൾ മുകളിൽ അതിൻ്റെ നീളം വരുന്നുണ്ട്. ഓരോ വോളിലും ഓരോന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡ്രോയിങ് ഒക്കെ വളരെ മനോഹരമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരച്ചിരിക്കുന്ന ഗാർഡനും ആൾക്കാരുടെ ഫേസും ഒക്കെ എന്താ പറയുക, ശരിക്കും ഒരു ഫോട്ടോ എടുത്ത് വെച്ചേണ പോലെയാണ്. ഈ മ്യൂസിയത്തിലെ എക്സിബിഷൻ സ്പേസ് എന്ന് പറയുന്നത് 7000 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇവിടെ ഏകദേശം 3500 പെയിൻറ്റിങ്സും 1000 സ്കൾപ്ചേഴ്സും ആൻഡ് 600 ഗ്രാഫിക്സ് വർക്ക്സും ഉണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പെയിൻറ്റിങ്സ് ഉണ്ട്. പല ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും. ഇത് കുറേ ഇവിടുന്ന്, അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ജർമ്മനിയിൽ തന്നെ പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനു മുമ്പ് ഈ സംഭവം പലയിടത്തു നിന്നും മോഷണം പോയിട്ട് അതൊക്കെ റിക്കവർ ചെയ്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവച്ചു. ഇത് സീസസ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് മാക്സ് ക്ലിങ്ങർ വരച്ച ഒരു ഡ്രോയിങ് ആണ്. ഈ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള 1000ഓളം സ്കൾപ്ചേഴ്സാണ് ഈ മ്യൂസിയത്തിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എന്നെ രണ്ടാമത് ഞെട്ടിച്ചത് ഈ പടമാണ്. ഇതിൻ്റെ പേരാണ് പോർട്രേറ്റ് ഓഫ് മിസ്സിസ് ഡഗ്ലസ്. 1909 വരച്ച ഒരു പടമാണ്. ലോവിസ് കോറിന്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണത്. സിമ്പിളായിട്ട് വെറുതെ കളർ ചെയ്തിട്ടുള്ളൂ. ഞാൻ അടുത്തേക്ക് നോക്കി. നമുക്ക് അധികം അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം 15 സെൻറ്റിമീറ്റർ നമുക്ക് ഗ്യാപ്പ് ഇടണം, അല്ലെങ്കിൽ അവിടെ സൈറനടിക്കും. ഞാൻ ചെന്നപ്പോൾ സൈറനടിച്ചു. അവർ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കണമെന്ന്. നമുക്കവിടെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല, അതിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് യൂസ് ചെയ്തിരുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് മിഡിൽ ഏജ് വർക്ക്സ് തൊട്ട് മോഡേൺ ആർട്ട് വരെ ഉണ്ട് ഇവിടെ. കൂടുതലും പഴയ ജർമ്മൻ, ഡച്ച്, ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച് പെയിൻറ്റിങ്സ് ആണ് കൂടുതലും ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടുത്തെ വർക്ക്സിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഡച്ച് കലാകാരനായിട്ടുള്ള ഫ്രാൻസ് ഹാൾസ് എന്ന വ്യക്തിയും അതുപോലെ തന്നെ ജർമ്മൻ കലാകാരനായ ലൂക്കാസ് ക്രാനാക്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ലുഡ്വിഗ് റിച്ചർ എന്ന് പറഞ്ഞ കലാകാരൻ്റെ ഈവനിങ് പ്രയർ എന്ന് പറഞ്ഞ 1842 ഡ്രോയിങ് ആണിത്. ഇവിടെയുള്ള എല്ലാ വർക്കുകളുടെ അടുത്തും അത് ആരാണ് ചെയ്തത്, ഏത് കൊല്ലാണ് ചെയ്തത്, അതൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ്. അതായത് ഇപ്പോൾ ഓരോ ഫോട്ടോസിനും അല്ലെങ്കിൽ ആ സ്കൾപ്ചേഴ്സിനും പേരുകളുണ്ടാവും. അതടക്കം അവരത് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഈ വീഡിയോയിൽ ഫുൾ പറയാൻ പറ്റില്ല, കാരണം അത്ര അധികം ഉണ്ട്. എല്ലാം പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു നേരമാവും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഹെഡിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്യണതിൻ്റെ ഒരു സ്റ്റുഡിയോ ആണ്. അവിടെ പോയി ഇരുന്നിട്ടാണ് ഇവർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പടമാണ് നേരത്തെ കാണിച്ചത്. ഹെൻറിക് മരിയ എന്ന് പറഞ്ഞ വ്യക്തി വരച്ച മെറിയത്തിൻ്റെ വിസിറ്റേഷനാണിത്. ചെറുതും വലുതായിട്ട് ഇഷ്ടംപോലെ ഡ്രോയിങ് ഉണ്ട് ഇവിടെ. എല്ലാം അതിൻ്റേതായ ഒരു ഭംഗി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് അപാരം തന്നെയാണ്. അന്ന് ഇത്രയും ടെക്നോളജി പോലും ഇല്ലാണ്ട് ഇവരിത് വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചില ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ 10-30 വർഷമാണ് എടുത്തേക്കണത്. ഇത് മറ്റൊരു അത്ഭുതം. ഡൊമിനിക്കോ കാഗ്ലിയോ എന്ന് പറഞ്ഞ ചിത്രകാരൻ 1833 വരച്ച റെയിംസ് കത്തീഡ്രലാണ്. റെയിംസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു കത്തീഡ്രലാണ് കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ്. ഇതിൽ ആൾക്കാർ ഒരു പ്രദർശനം പോലെ വരുന്നുണ്ട്, ഒരു പള്ളി പെരുന്നാൾ പോലെ ഒരു പരിപാടി. അതിൽ ആൾക്കാരുടെ വരെ പെർഫെക്ഷൻ കാണുമ്പോൾ അത്ഭുതമായി പോവും. അതിൽ പള്ളിയുടെ ഓരോ മുക്കും മൂലയും അതുപോലെ തന്നെ. ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഒരു ഫോട്ടോ എടുത്ത് വെച്ചണ പോലെയായിരുന്നു. അത്രയ്ക്കും മനോഹരമായിട്ട് ഒരു വരച്ച് വെച്ചേക്കണേ.
ഫ്രഞ്ച് പെയിൻറ്ററായ പോൾ ഡെൽറോച്ചിയുടെ 1845 നെപ്പോളിയൻ്റെ ഓയിൽ പെയിൻ്റാണിത്. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്, നമുക്ക് കാണാനൊക്കെ പറ്റും. ഇനി കാഴ്ചയ്ക്ക് പരിമിതിയുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഹെഡ്സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രെയിലി ലിപിയിൽ അവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഫോട്ടോയിൽ ഡീറ്റെയിലിംഗ് വരെ ഒരു നമ്പർ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഫോട്ടോയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ റൂഫിങ്ങിലുള്ള ഡ്രോയിങ് ആണ്. നല്ല ഉയരമുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഉയരം തോന്നിക്കും ഈ ഡ്രോയിങ് കാരണം കൊണ്ട്. ഇവിടെ ഓരോ റൂമുകൾക്കും ഓരോ തീമുണ്ട്. ഇപ്പോൾ ഈ റൂമിൻ്റെ പേര് തന്നെ ലാൻഡ്സ്കേപ്പ് ആൻഡ് ലൈറ്റിംഗ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ റൂമുകൾക്കും ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാൾ പെയിൻറ്റിൽ ഓരോ റൂമിനും ഓരോ കളറാണ്. ഇവിടെയുള്ളത് ഫുള്ള് ലാൻഡ്സ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രോയിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ ആയിരിക്കും ഇവിടെ കാണുക. ആർതർ ക്യാംപ് വരച്ചൊരു ചിത്രമാണിത്. ഇതിന് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും പെർഫെക്ഷനോടെ വരച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വിടാൻ അവരെ തടയേണ്ടെന്ന് യേശു പറഞ്ഞിട്ടുള്ളതിനെ ആസ്പദമാക്കിയിട്ട് ഫ്രിറ്റ്സ് ഫോൺ ഊഡെ എന്ന് പറഞ്ഞ വ്യക്തി 1884 വരച്ച ലെറ്റ് ദ ചിൽഡ്രൻ കം ടു മീ എന്ന് പറഞ്ഞ ഓയിൽ പെയിൻ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടംപോലെ സ്കൾപ്ചേഴ്സും ഉണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്കൾപ്ചറാണ് ദ ചൈനീസ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്കൾപ്ചർ. പിന്നെ സ്ലേവറിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൾപ്ചറും കൂടിയാണിത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് വെളിച്ചത്തിൽ ഇരുന്നിട്ടാണെങ്കിലും പുസ്തകം വായിച്ച് പഠിക്കണമെന്ന് ഈ സ്റ്റാച്ചു ഇവിടെ വെച്ചതിൻ്റെ ആളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്. ഈ ഫ്ലോറിൽ കൂടുതലും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോയിങ്സ് ആണുള്ളത്. ലൈപ്സിഷ് ബിറ്റ്വീൻ കാത്തലിക് ഫെയ്ത്ത് ആൻഡ് റീഫോർമേഷൻ, അതാണ് റൂമിൻ്റെ പേര്. ലൂക്കാസ് ക്രാനാക്ക് വരച്ച അലഗറി ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞ ഓയിൽ പെയിൻ്റ് ആണ്. ഇതിൽ 10 ബിബ്ലിക്കൽ ഇൻസിഡൻ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ആദം ഈവ് തൊട്ട് യേശുവിൻ്റെ ക്രൂസിഫിക്കേഷൻ വരെയുള്ള എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓയിൽ പെയിൻ്റ് ആണത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ക്രൂസിഫിക്കേഷനും ആദത്തിൻ്റെ ഹവയുടെയും മനോഹരമായിട്ടുള്ള ഒരു ഓയിൽ പെയിൻറ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നടന്നു വരുമ്പോൾ ഒരുവിധം വയ്യാണ്ടാകും. അതിന് വേണ്ടിയിട്ട് അവർ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസിൻ്റെ ചെയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇരുന്നുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് കാണാൻ പറ്റും. കുരിശിൻ്റെ വഴിയിൽ വെച്ച് യേശുവിൻ്റെ മുഖം വെറോനിക്ക തുടച്ച ഒരു തുവാലയുണ്ട്. അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ശരിക്കുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇറ്റലിയിലാണ്, റോമിലാണെന്നൊക്കെ പലതും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സിബിഷൻ ഹാളിൽ ഫ്ലീറ്റിംഗ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡേൺ ആർട്ടാണുള്ളത്. സാന്ദ്ര മൂയിങ്ങ എന്ന് പറഞ്ഞ വ്യക്തിയുടെ. ഇത് എക്സിബിഷൻ ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കുറേ പേപ്പറിൽ കുറേ പടങ്ങൾ വരച്ചെന്ന് കാണാം. കൂടുതലും ഫേസുകളാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മിറർ ഇട്ടിട്ടുണ്ട്. ആ മിററിൻ്റെ അടുത്ത് കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് മിററിൽ നമ്മുടെ മുഖം കാണുന്നു അത് നമുക്ക് വരച്ച് ഇവിടെ നമുക്ക് വെക്കാം. അത് കുറേ പേര് വരച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ വരയ്ക്കാൻ പറ്റിയൊരു അവസരം അവരുണ്ടാക്കി തന്നിരിക്കുകയാണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കഴിവുകൾ, ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയൊരു അവസരം.
ഇവർ ഓരോ സ്പേസും യൂട്ടിലൈസ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസിലെ ലാൻഡിങ്ങിൽ വരെ അവർ ഒരു പെയിൻറ്റിങ്സും ഡിസൈനുകളും സ്ക്രിപ്ചേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റൊരു മോഡേൺ ആർട്ടാണ്. സിഗാർഡ് ഗില്ലെ എന്ന ആർട്ടിസ്റ്റ് മരം, പേപ്പർ, വയറ ഇതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ആർട്ടാണ്. ഇതാണ് ഈ മ്യൂസിയത്തിൽ അവസാനമായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന റൂം. ലാസറിനെ ഉയർപ്പിക്കുന്ന ഓയിൽ ക്യാൻവാസ് പെയിൻറ്റിങ്ങും പിന്നെ മാതാവും യേശുവും സ്നാപയോഹന്നാനും ജെറോമിയും ഒക്കെ നിൽക്കുന്ന മറ്റൊരു ഓയിൽ പെയിൻറ്റും, പത്രോസിൻ്റെ ക്രൂസിഫിക്കേഷൻ, സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഓയിൽ പെയിൻറ്റിങ്, വ്യാകുല മാതാവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ.